CAP 3A, NABH 6th edition, Care of Patient 3A. കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് മൂന്നാമത്തെ സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. നമ്മുടെ ആശുപത്രിയിലെ ആംബുലൻസ് സർവീസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുക. എമർജൻസിയെക്കുറിച്ച് നമ്മൾ 2-ൽ കണ്ടതാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പലപ്പോഴും ആംബുലൻസുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. തൊട്ടടുത്ത തന്നെ ആംബുലൻസിനെ കുറിച്ച് നമ്മൾ അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ആശുപത്രിക്ക് ഒരു ആംബുലൻസ് ഒന്നോ അതിൽ കൂടുതൽ ആംബുലൻസുകൾ ഉണ്ടാവാം. ആംബുലൻസ് ഇല്ല എങ്കിൽ നമുക്ക് ഔട്ട്സോഴ്സ്ഡ് ആംബുലൻസുമായിട്ട് ഒരു സർവീസിനുള്ള കോൺട്രാക്റ്റ് ഉണ്ടാവാം. ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അത് നമ്മളുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന സർവീസുമായിട്ട് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം ആ ആംബുലൻസ് സർവീസ്. നമുക്ക് ഡയാലിസിസ് ഉണ്ട് എന്ന് വിചാരിക്കുക, അതിന് റെഗുലറായിട്ട് പേഷ്യൻറ്റിനെ വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഡയാലിസിസ് പേഷ്യൻസിനെ കൊണ്ടുവരാനും കൊണ്ടുപോകാനുള്ള സംവിധാനമുള്ള പേഷ്യൻ്റ് ട്രാൻസ്പോർട്ടിംഗ് ആംബുലൻസ് ആണ് നമുക്കവിടെ വേണ്ടുന്നത്. നമ്മൾ ട്രോമ കെയർ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുകയും ഫർദർ വലിയൊരു സംവിധാനത്തിലേക്ക് അയക്കുകയും ചെയ്യുന്ന കേസുകളൊക്കെ ഉണ്ട് എങ്കിൽ അത്തരത്തിൽ ട്രോമ കെയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് COD ആംബുലൻസുകളാണ് നമുക്ക് വേണ്ടുന്നത്. സോ അത്തരത്തിൽ ഉള്ള ഒരു നമ്മളുടെ നീഡ് ബേസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് നമുക്കുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്സസ് ഉണ്ടായിരിക്കുകയോ വേണം. അത് വ്യക്തമായ കെയർ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ അതിലുണ്ടാവണം. ആംബുലൻസ് കോഡ് AS 125 കുറിച്ച് നമുക്കറിയാവുന്നതാണ്. സോ നമുക്കത് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ആംബുലൻസ് എങ്ങനെയായിരിക്കണം, ആംബുലൻസിൻ്റെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം, ആംബുലൻസിനകത്തെ ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കണം, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആംബുലൻസിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉള്ളതാണ് ആംബുലൻസ് കോഡ് AS 125. അതനുസരിച്ചുള്ള നിർമ്മിക്കപ്പെട്ട വർക്ക് ചെയ്യുന്ന റൺ ചെയ്യുന്ന ആംബുലൻസ് ആയിരിക്കണം നമ്മുടെ ഹോസ്പിറ്റലിലുള്ളത് ഓർ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആവശ്യത്തിനായിട്ട്. COP 3A says the organization has access to ambulance services commensurate with the scope of the services provided by our organization. സോ ആ നമ്മുടെ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം നമ്മുടെ ആംബുലൻസ് സർവീസ്. അതൊരു കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറി ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ് COP 3A.